ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ബഹുമാനപ്പെട്ട അഫീഫ് അന്തകമ്മിയായി ഇന്നും സ്കൂളിൽ പോവാതിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്ക്. എന്താ ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ ഞാനൊക്കെ എന്തേലും ചെയ്യണേ. ഉണ്ടല്ലോ ഞാൻ ടൗസർ വ്ളോഗിൽ ഊരാൻ പറ്റിട്ടാ അടിച്ചിട്ട് എന്നെ പായിപ്പിച്ചിട്ടില്ലേ ഞങ്ങള്. മൂത്ത കുട്ടികളെ അടിച്ച് പരത്തിട്ട് ഇളയ കുട്ടിക്ക് മൂക്കിന്റെ ഇവിടെ വെള്ളം നനച്ചു അങ്ങനെയൊന്നും പറയല്ലേ. ഉമ്മച്ചി പായിപ്പിച്ചിട്ടില്ല, കത്തിയോണ്ടൊന്ന് തറച്ചിട്ടുള്ളൂ. ഇമ്മച്ചി സ്ട്രൈറ്റ് മനസ്സിലാ, അടിയൊന്നുമില്ല, കത്തിനത്തിന് കുത്തി പറഞ്ഞത് ചോരന് മൂട്ടൊന്നും ഇട്ടിയാന്നിട്ടോ. അതല്ലേ അതൊന്നും അന്നെ എന്തെങ്കിലും കാട്ടണം വിചാരിച്ച എവിടെയൊക്കെ എത്തണം വിചാരിച്ചിട്ടേ. അതല്ല ഈ വയറും കൊണ്ട് ഈച്ചൂരെ പള്ളിയില് ആലോചിച്ച് നോക്കണം ഇതിന്റെ ഒരവസ്ഥ. പിന്നെ വെക്കണ സാധനമൊക്കെ ഗ്യാസ് വന്ന് ഓഫാക്കന്നെ എന്തോ ഒന്ന് കാട്ടിയപ്പോ അന്നെ ഒരിക്കലും എന്റെ മേത്ത് പിന്നെ ആസ്പത്രി കൊണ്ടുപോയതാരാ, ഡോക്ടർ മുന്നൊന്നും നൊലൊഴിച്ച് പേടിച്ച് നിന്നതാരാ ഒക്കെ ഞാൻ തന്നെ. അന്ന് ഡാഡിന്റെ അടുത്ത് ഉമ്മച്ചിക്ക് വയറ് നിറച്ച് ചീത്തറിയിട്ടാ. ഡാഡി ഇങ്ങോട്ട് ചീത്തറണ്ട് കൂട്ടിനെ ചെറിയ കുട്ടികളെ മേത്ത് ഡാഡിന്റെ വിചാരം ഞാൻ കത്തിരുത്ത് ഇങ്ങനെ കുത്തിന്ന്. ഞാൻ അങ്ങനെ നിന്നിന് സലീം കുമാർ സ്പീഡിൽ ജാവലിൻ നിറച്ച പോലെ അല്ല, ജഗതിനെ കൊണ്ടുപോകില്ല, ജാവലിൻ നിറച്ച ഓട്ടോറിക്ഷയിൽ മൂട് പുറത്തേക്കിട്ടിട്ട് ഇങ്ങനെ അതേപോലെ ഞാൻ പോയിനതേ. കത്തിയൊക്കെ അപ്പൊ തന്നെ ചാടി ഞാനാണ് എന്തിന്റെ പുറത്തുനിന്ന് ചാടിയതേ. എന്താ കാട്ടണ അറിയാതെ കൈ കിട്ടിയോണ്ട് എറിയും തള്ളാരൊക്കെ ചെലപ്പോ അങ്ങനെ എറിഞ്ഞത് എറിഞ്ഞ് ഒരു 5000 ഡീലാക്കി. അക്കൗണ്ട് നമ്പർ ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട അഫീഫ് ഇന്നലെ മിഞ്ഞാന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ. ദുബായിൽ നിന്ന് എന്നാണ് തിരിച്ചെത്തിയത് നിങ്ങൾ? നോക്ക്, ഇന്നോനെ മനോജ് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ഇന്നലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മിഞ്ഞാന്ന് കാണിച്ച് ആ മരുന്നുകൊണ്ട് അത് പറയണ്ട. അയനന്റെ വീട്ടില് ഓളെ ഭർത്താവിനും കുട്ടിക്കും ഒക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് കിട പുറത്തത്തെ വെള്ളം ഭക്ഷണം നല്ലോ കരുതിക്കോളി. രണ്ടും വയറിന് കട ഈ മഴ. സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു പുറത്തത്തെ വെള്ളം ഭക്ഷണം. പുറത്തത്തെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ചായ കാപ്പിയോ ആക്കി കുടിക്കുക, എന്നാ കേടില്ല. ഫുഡ് ഈ മസാലക്കൂട്ട് അതും ഇതൊക്കെ ഒരു സുഖമല്ല. വയറിന് തട്ടി ഒന്ന് വെയിൽ വരിക മഴ വരിക, വെയിൽ വരിക മഴ വരിക, അതന്നെ നമ്മളെ വയറിന് കേട. നമ്മളെ സ്കൂളിലൊക്കെ ഉണ്ടേ. അതിൻ്റെ പുതിയ അപ്പൾക്കും കുട്ടിക്കും വെയ്യായിട്ട് ഓള് 2-3 ദിവസം ലീവാ. അല്ല, ഒക്കെ ഇതാണ് ഈ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും പെട്ടെന്ന് ബാധിക്കുക. ഇവന്റെ ആമാശയത്തിലാണെങ്കിൽ തീരെ ഒരു കപ്പാസിറ്റി അതിന് കുറച്ച് ഒന്ന് വരാക്കട്ടെ. എൻ്റെ ഈജുവിന്റെ ആമാശയം പറയാൻ പേടി. അപ്പൊ എപ്പോഴും ഓന് വരിക ഇതിനാണ്. ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ? ആമാശയത്തിന് പ്രശ്നം PSC വെയിറ്റ് ചെയ്യാന്നില്ലല്ലോ. ഒരു വെയിറ്റേജും ഇല്ല. ഓന്റെ ഇങ്ങനെ നിക്കണ ജീവനത്തോടെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ നിക്കണ ഒരു സംഭവം ഉണ്ട്. അതൊക്കെയാണ് വയറ്റിന്ന് പോയിട്ട് ഇനി എത്തി അങ്ങനെ പോകുക. ഈ സീലിയൊന്ന് നീച്ചിക്കണ്ടേ? ഓന്റെ അടുത്ത് അത്ര ഡീപ്പായിട്ടുള്ള ഓന്റെ അടുത്ത് നല്ല തകരാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ കഞ്ഞി വെച്ചിട്ടുണ്ടല്ലേ. രാവിലെ കഞ്ഞി വെച്ചിട്ട് കള്ളന്മാർക്ക് കഞ്ഞി വെക്കണ ആളാണ് നിങ്ങള്. അല്ല, ഞാൻ സ്കൂളിൽ പോകാത്ത അല്ലടാ, അവന് കഞ്ഞി കൊടുക്കട്ടെ. കഞ്ഞി വെച്ചിട്ട് ഓൻ ആ വിവരം അറിഞ്ഞിട്ടല്ലോ കഞ്ഞിനെ കുടിച്ചിട്ട് രാത്രി 3 വട്ടം കുടിക്കേണ്ടി വരും. ആ കഞ്ഞി തീരണ്ടേ? രാത്രി 3 മണിക്ക് തന്നെ ചായ കുടിച്ചാൻ പോയി. അതും ഉണ്ടായോ? ഡയറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. കാണിച്ചറിയില്ലേ, ഉരുട്ടി കാണിച്ചറിയാം. ഞങ്ങളില്ലാത്ത ദിവസങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ 3 പേരും എല്ലാരും ആണ് പോയിട്ട് അവിടെയൊക്കെ നന്നാക്കിയല്ലോ നമ്മള്. ആകെ നന്നാക്കി. കട്ടില് പൂക്ക സംസാക്ക രാവിലെ വിളിക്കൂട്ടോ. എന്താ നമ്മളെ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒന്നിത് അല്ലേ, ഒന്ന് മേലത്തെ കൊണ്ടുവരാനുള്ള കാര്യം എന്താ അറിയാം. ഒരു മനുഷ്യൻ കാണുന്നിടത്ത് നല്ലൊരു മനുഷ്യൻ ഉണ്ടാവില്ല. അപ്പം ഇതാണെങ്കിൽ അതിന്റെ മുകളില് ജീൻസും പാന്റും അടുക്കി വെച്ച്
അപ്പൊ ഇതൊരു അത്യാവശ്യമല്ലേ ഇവിടെ ഇങ്ങനെ ആയാലും പലതും കൊണ്ടുവന്നിക്കണം. അത് വണ്ടിന്റെ ഉള്ളത്തെ സാധനം കേട്ടോ. വണ്ടിയില് വണ്ടി എന്നാക്കാളെ അല്ല വണ്ടി കഴുകാനൊക്കെ ആരോ കൊടുത്തയച്ചില്ലേ ഒരു ലോഡ് സാധനം. ഇത് മാറ്റി എടാ ഇവന് ഒരു ലോഡ് ജേഴ്സി കൊടുത്തിക്കണല്ലോ അവിടെ. അതേപോലെ നമ്മളെ ഇത് പെട്ടിപ്പൊളിക്കൽ വ്ളോഗ് ഇന്ന് വൈകുന്നേരം വരും കേട്ടോ. അപ്പോൾ പെട്ടിപ്പൊളിക്കൽ വ്ളോഗിൽ ഇന്നലെ ഒരുക്കി വെച്ച സാധനങ്ങളാണ് ഈ സാധനങ്ങൾ. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഒരു ഏരിയ എന്ത് ചെയ്തു, ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് ഇതേപോലത്തെ നല്ല ഫാൻസി തലക്കണികൾ അല്ലേ, ഫാൻസി ഫാൻസി തലക്കണിയോ? ഇതിന്റെ കവർ എന്റെ കയ്യിൽ കുറേ ദിവസം മുന്നുള്ളതാ, കുറേ ആയിട്ടുള്ളതാ. അപ്പൊ ഒരു ഫാൻസി തലക്കണി സെറ്റ് ചെയ്തു. പിന്നെ ജേഴ്സികൾ. അപ്പൊ അഫീഫിന്റെ മണ്ണും മനസ്സും കണ്ടുകൊണ്ട് മോഫിസ്ക ദുബായിൽ നിന്നും സ്പോൺസർ ചെയ്ത സന്തോഷം എന്താ വെച്ചാ അതിന് പറ്റിയ ട്രൗസർ ഉണ്ട്. ഇനി വേറെ ട്രൗസർ പോണ്ട. നോക്കട്ടെ ഏതൊക്കെ ഉണ്ട്. ഒന്ന് റയൽ മാഡ്രിഡിന്റെ ഒരു ഓറഞ്ച് കിറ്റാണ്. അതിക്കുള്ളൊരു ട്രൗസർ വിത്ത് ട്രൗസർ, നല്ല ക്വാളിറ്റി ഉള്ള ജേഴ്സി. പോർച്ചുഗൽ ശ്രീ സാക്ഷാൽ റൊണാൾഡോ ഫാൻസിന് ഇത് ആഘോഷരാവ്. റൊണാൾഡോന്റെ ഒരു പച്ച ചെണ്ടിയും ഒരു ട്രൗസറും ഒരു ഇതും. അൽ-നാസർ ഇപ്പോൾ ഒട്ടക ലീഗ് മന്തി ലീഗ് എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ അണ്ണാക്കിലേക്ക് ഗോൾ അടിച്ചു കൊടുത്ത് കഴിഞ്ഞ ദിവസം ക്ലബ് വേൾഡ് കപ്പിൽ മാറ്റുരച്ച അൽ ഹിലാൽ എഫ് സിയുടെ ശക്തരായ എതിരാളികൾ അൽ-നാസർ. എന്താലേ ഇത് കളി കണ്ടിട്ട് അത് ശരി. എല്ലാരും സൗദി ലീഗിനെ മന്തി ലീഗ്, എണ്ണ ലീഗ്, എണ്ണക്കൊയ്ത്ത ലീഗ് കളിയാക്കി അവസാനം ഒട്ടക ലീഗ് കളിയാക്കിയാലും അവസാനം എന്ത് ചെയ്തു, അടിച്ചുപോയി. സിറ്റിനെ പൊട്ടിച്ചു പോയി. വർഷങ്ങളായി പ്രീമിയർ ലീഗ് ബാക്ക് ടു ബാക്ക് അടിച്ച ആൾക്കാരെ പൊട്ടിച്ചു പോയി. ഇത് റയൽ മാഡ്രിഡ്. അടുത്തത് റയൽ മാഡ്രിഡിന്റെ മറ്റേ ഡ്രാഗൺ കിറ്റ്, ചൈനീസ് കിറ്റ്. ഓ ബാക്കില് ഇതാണല്ലോ, ഡ്രാഗൺ ആണല്ലോ. ഓ ഇതൊന്നും അതിന്റെ പോലും 4 കൂട്ടം ജേഴ്സി അഫീഫിന്, 4-5 കൂട്ടം റയൽ മാഡ്രിഡിന്റെ എല്ലാ കിറ്റുകളും, പോർച്ചുഗലിന്റെ ഓരോ കിറ്റും അഫീഫിന് വേണ്ടി സ്പോൺസർ. നമുക്ക് നമ്മൾ പുതിയതുണ്ടല്ലേ. അപ്പോ ഗൈസ് നിങ്ങളേവരും ഈച്ചുവിന്റെ വ്ളോഗിലും ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു റൂം എന്ന് പറഞ്ഞാല് നിശ്ചലമായി കിടക്കണ റൂമേനി. നിശ്ചലല്ല, ഞാൻ തുറന്നു എനിക്കറിയാം. നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. ഓ ഇത് എയറിന്റെ എങ്ങനെ വിടല്, എറിയലാ? എയറിന്റെ ആണ്ടല്ലോ നമ്മളെ പേര, നമുക്ക് ശ്രദ്ധിക്കാലോ. ഇവിടെ എത്ര ലൈറ്റ് ഉള്ളൂ? ഇവിടെ ഒരു ബൾബും കൂടി അവിടെ മാറ്റിയിടണം, നമുക്ക് നല്ലൊരു വെളിച്ചം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ റൂം. ഈ പാന്റ് ആയിരുന്നാ ഇപ്പൊ അന്തം കിട്ടാഞ്ഞിട്ട് അങ്ങനെ തന്നെ കവറിൽ വെച്ചതാട്ടോ. ഇത് ഇതായിരുന്നാ ഞാനിത് അല്ലെങ്കിൽ ബേജാറാണ്ട ഞാൻ ഇടും, എനിക്ക് പാകാം. ഞാൻ നോക്കി നല്ല പാന്റല്ലോ, നല്ല പാന്റ്, നല്ല പരിചയം. ഈ കവർ ഇതിന്റെ പാന്റ് തന്നെയാ. പുതിയതാണ് മേലെ അന്ന് അനസിന്റെ അടുത്ത് വാങ്ങിയ ഞാൻ, എനിക്ക് ഓർമ്മ ഉണ്ട്. ഇടാൻ പറ്റിയില്ല. അഫിട്ടോ കഫിയെ അപ്പൊ ഈ പാന്റിന്റെ ഇവിടെ കെട്ടിട്ട് ചത്താലോ. ഞങ്ങള് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണേ, ഞങ്ങൾ വ്ളോഗേഴ്സ് അല്ലേ. നമ്മള് പണിയെടുക്കുന്നതിന്റെ ഇടയിൽ വയറ്റിന്ന് പോകാൻ പറ്റുമോ? വയറ്റിന്ന് പോണതല്ല സീന്, ഛർദിക്കാൻ വരികയാണ്. അതാണ് മുന്നിൽ കൂടി ബാക്ക് കൂടി ഒക്കെ പോകണോ? അങ്ങനെയല്ല. അയ്യോ ബ്ലാക്ക് ഇല്ല, ബ്ലാക്ക് ഇല്ല നോക്കുമ്പോ കിട്ടിയേ. ഇനി ബ്ലാക്ക് എടുത്താൽ ഇനി ഈ കളർ ഒന്നും എടുക്കരുത്. ഇതൊന്നും അല്ലാത്ത എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ എടുത്തോ. എനിക്കറിയില്ല, ബ്ലാക്ക് ഇങ്ങോട്ട് കിട്ടി നോക്കും. ഇനി
ഇവിടെ വന്ന് കണ്ട് ഇത് മറിച്ച് ഇതിൻ്റെതല്ല ഇത് എന്റേതല്ല. 4 5 6 7 8 9 10 11 12 ബ്ലാക്ക്. ഇനി ഇവിടെ ഉണ്ട് 13 14 15 16 17 18 19 20 ബ്ലാക്ക് പാൻ്റ് ഉള്ളൂ. ഇനി ഇത് തപ്പിങ്ങാണ്ട് ഇത് ഇൻ്റെതല്ല അല്ല അറിയണ്ടത് എന്റേതല്ല. ഇത് തപ്പും വേണ്ട. ഓക്കെ, അത് ഈച്ചുവിൻ്റെതാണ്. ഇതിൽ നോക്കി എന്നാ എൻ്റെ സൈസും ഒക്കെ ദീക്കിട്ടിട്ടാല് അതന്നെ അതിക്കൊന്നും വാരി വലിച്ചിടാൻ പാടില്ല. എന്താ ഞാടിയും കാല് പൊടിച്ചു അല്ലമ്മ, ഞാൻ അങ്ങനെ ചെയ്യോ? അല്ലമ്മ, ഇതൊക്കെ ഏതാ കമ്പി? ഇതൊക്കെ ഇവിടുന്നാ? ഇതിന് ഞാൻ പൈസ പറഞ്ഞിട്ടില്ലല്ലോ. പൈസ തരാ. പൈസ പറയും. ഞാൻ എന്നോട് പോയപ്പോ ഇതൊക്കെ പുതിയത് ചെയ്യിച്ചതാ. വിവേകേട്ടൻ സംസാക്ക ഇത് അത് അത് ഒക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു റൂം എന്ന് പറഞ്ഞാല് അടപ്പിടാൻ ഞാൻ എന്താ അറിയോ, നമുക്ക് അടപ്പ് ഇഷ്ടമല്ല. അടച്ച് വെച്ചാല് നിങ്ങൾ അതുകൊണ്ട് കുത്തിത്തിരിപ്പാക്കും. നിങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ ഇഷ്ടം. അടപ്പ് വേണ്ട. നമ്മൾ തുറന്ന പുസ്തകങ്ങളാണ്. ഇതാവുമ്പോ മടക്കി വെക്കും. അടപ്പുണ്ടെങ്കിൽ ഞാനൊക്കെ കുത്തി തിരിച്ചാണ്ട് അടച്ചാണ്ട് ഇങ്ങനെ ഡോറിന്റെ പോളി ഇങ്ങനെ ആക്കി ഇങ്ങനെ വെക്കും. ഇപ്പൊ ലേച്ചേച്ചിക്കുള്ള ഒരു സുഖം എന്താ അറിയോ, ലേച്ചേച്ചിക്ക് എന്തോ ഒരു സന്തോഷത്തൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഓള് പറയാ നീ ചക്ക നടന്നാജി. ചേച്ചി എന്താ പറഞ്ഞേ? ലേച്ചേച്ചിക്ക് എന്തോ ഒരു സന്തോഷം, ഇങ്ങനെ കണ്ടാ മതി ഇനി പാവം നിലനിന്ന് കിട്ടിയാ മതി. ചേച്ചി അറിയാം പഠിച്ചോനെ ഇത് കണ്ടാ മതി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ വെച്ച് ഇത് ഇങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളത്? നിങ്ങളെ കുട്ടികൾ വന്ന് ഇപ്പം ഇതിക്ക് മറിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലടി ഇഞ്ഞോലും ഇങ്ങനെ ചകഞ്ഞൊക്കെ നോക്കി മറിച്ചിട്ട് അടുത്ത ചാണി ഇതല്ലേ ഇതിക്കിട്ട് കണ്ട് വെച്ചോ. എന്നിട്ട് എൻ്റെ അട്ടി നന്നാക്കിയിട്ട് ഓൻ്റെ അട്ടി നന്നാക്കിയിട്ട് ഓന് എവിടേക്കെങ്കിലും പോകാൻ നേരത്തെ ഷർട്ടില്ല, പാൻറ്റില്ല, സ്റ്റിക്കർ ഊരാത്തത്. അതല്ല ഞാൻ ഇവന് ഇന്നലെ മറ്റേ ഇവര് പാന്റും ഷർട്ടൊക്കെ കൊണ്ടു കൊടുത്തേക്കണം. റനീമിന്റെ ഭാര്യ റനീമും വന്നു കാണുന്ന അതൊക്കെ ഞാൻ എന്താ ചെയ്തേക്കണം. അനക്കുള്ള അത്ര ഡ്രസ് ഇവിടെ ആർക്കും ഇല്ല. അനക്ക് ഞാൻ കഴിഞ്ഞ പെരുന്നാക്ക് 8 കൂട്ടം ഡ്രസ് ഞാൻ വാങ്ങി തന്നെ. 8 കൂട്ടം. ആരും കേക്കണ്ട. എന്നിട്ട് എന്റെ 8ാം ക്ലാസ്സത്തെ ഇവിടെ മുറിഞ്ഞൊരു പാന്റും ഇങ്ങോട്ട് ഇറുക്കിയൊരു ഷർട്ടും കിട്ടി. ഇങ്ങനത്തെ ഷർട്ടും പാന്റും ഇല്ലാതെ എവിടേക്കേലും പോകാൻ നേരത്ത് ഓനൊന്നും ഉണ്ടാവില്ല. ഓൻ്റെ അലമാര മടക്കി വെക്കുമ്പോ ഒന്നും ഇങ്ങോട്ട് എടുക്കാല്ലോ, ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ. ഇപ്പൊ എന്താ കിട്ടണത്, ഇങ്ങനെ കവറോടെ വെക്കുക. എന്നാല് ഇത് നല്ലതാണെന്ന് ഓന് ബോധ്യം ഉണ്ടാവുമല്ലോ. ഇനി കവറോടെ വെക്കുക, ടാഗ് പറിക്കാതെ. എത്ര ദിവസം ഉണ്ടാവുക? ഞാൻ എല്ലാവർക്കും ഇതിലെല്ലാവരും ഇല്ലേ? ഇതിലൊരുവിധം എല്ലാവരും ഉണ്ട്. ഇതിലും ഓൻ്റെ മാത്രമൊന്നും അല്ല. ഹായ്, അത് കുഴപ്പമില്ല. ഹായ് പോയല്ലേ. കക്കൂസ് പോലല്ലോ. ബാ പോവാനാണെ പോയിക്കോ. ഇത് പമ്പ കിടക്കും. എനിക്കുണ്ട് ഛർദിക്കാൻ തന്നെ രാവിലെ തൊട്ട്. അതേ പറഞ്ഞു. എന്താ എന്തോ പറ്റിക്കണ്ട നമുക്ക്. ഡോക്ടർ ഒന്ന് ഈച്ചോട്ടമ്മ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു റൂമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ എത്ര മാസങ്ങളായിട്ട് ഞങ്ങളെ ഡ്രസ്സ് കൂട്ടിയിട്ട റൂമേനി. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നപ്പോ തന്നെ ഉമ്മച്ചി നമ്മളെ മേലെടുക്കാത്ത കാലത്തൊക്കെ നമ്മൾ ഇവിടെ കടന്നിനെ അട്ടിയിട്ട് കണ്ട് നിങ്ങൾ 3 ആളും 4 ആളും അല്ലേ ഫുള്ളാക്കട്ടെ. 10ാമത്തെ പ്രാവശ്യം ട്രൈങ് ടു ഡിസ്കസ് അബൌട്ട് ദ റൂം. അപ്പം ഈ റൂം എത്രയോ കാലമായിട്ട് ഇങ്ങനെ നിശബ്ദനായി നിസ്സഹായനായി കിടക്കുന്ന ഒരു റൂമേനി. ആ റൂമിൽ ഇപ്പം ഉമ്മച്ചി എന്ത് ചെയ്തു വെച്ചാൽ ഫുള്ള് ഹാങ്കർ അടിച്ചിട്ട് സാധനങ്ങൾ ഏതൊരു ബോയ്സിൻ്റെയും പോലെ എൻ്റെ അടുത്തുള്ള കളക്ഷൻ എന്താ പറയുക, എത്രയൊക്കെ ഉണ്ടെങ്കിലും ഇത് ഫുള്ള് വൈറ്റ്. ഈ തല വരെ. ഓ ഇതൊക്കെ പോയ ഷർട്ടേനിമാ, ഇതൊക്കെ കാണാതെ പോയ ഷർട്ടുകളൊക്കെ കിട്ടി. എന്ത് ഒരു പുതിയ ടീഷർട്ട് ഇന്നലെ കൊണ്ടുവന്നില്ലേ ഇവിടെ ഒരു. ഇതൊക്കെ പുതിയാണ്. അല്ല ഇതൊക്കെ പുതിയാണ്. ഇതൊന്നും ഇട്ടിട്ടില്ല. ഓ കാണാതെ പോയതൊക്കെ കിട്ടിട്ടോ. ഇല്ലേ ഇതാണ്. ഈ ഓറഞ്ച് ഇങ്ങോട്ട് കാണണ. ഇത് ഫുള്ള് ഇന്റെ വൈറ്റ്, അതേപോലെ ഇത് ഫുള്ളിൻ്റെ ബ്ലാക്ക്. ഈ സെക്ഷൻ ഫുള്ളിൻ്റെ ബ്ലാക്ക്. വേറെ കളേഴ്സൊന്നും എനിക്കില്ല കേട്ടോ. ഏതൊരു ബോയ്സിനെയും പോലെ എനിക്ക് ആകെയുള്ള 2 കളറുള്ളൂ. ഒന്ന് വെള്ളം എടുക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കുക. വേറെ കളേഴ്സൊന്നും എൻ്റെ അടുത്തില്ല. പിന്നെ പരിപാടിക്ക് പോകുമ്പോൾ ഇടാൻ
എല്ലാവരും സ്റ്റേജിൽ കയറുമ്പോൾ അത് ഇടണം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമുക്ക് താല്പര്യമില്ലാതെ ഇടണ ഫിറ്റുകളാണ് ഈ ഫിറ്റൊക്കെ. അങ്ങനെ പറയാതെക്കാൻ വേണ്ടിട്ട് അഫീഫേ ഇത് എനക്ക് വാങ്ങിട്ട് ഞാനതൊരു കിട്ടണ കണ്ടിട്ടില്ല. ഉമ്മ അത് പോയിനി ഇൻസാനിലെ എന്റെ ഷർട്ട് അത് കൊട്ടാരത്തിൻ കല്ലാൽ നിന്നെ ഹിജാബില് തുന്നിയതാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലന്റെ കിനാവ് ഈ ഷർട്ട് ഓർമ്മ ഉണ്ടോ? ഓർമ്മയുണ്ട്. 5 വർഷമൊക്കെ വീഡിയോ എടുക്കാൻ പോയത്. എന്താ ഈ പാട്ടിന്റെ പേരുടെ? താപങ്ങളെ. ഏത് എടാ കൊറേ കിട്ടിയിരിക്കണം ഇവിടെ. ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രണ്ട്. അഫീഫെ ഈ ഇടയിൽ കുടുങ്ങി കിടക്കണ എന്റെ ഷർട്ടാ കേട്ടോ. അത്രയും തുറന്നു നിക്കണ ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഇട്ട് വരല്. ഇത് പൊട്ടിക്കണ എന്തിനാ അഫീഫെ? മണാലിക്കൊക്കെ പോണോ? മണാലിക്ക് പോണല്ലോ. ഇവിടെ ഒന്ന് എടുക്കണം ഡ്രസ് അല്ല ഓലതുണ്ട് തീല് അറിയാം. അതല്ലേ മണാലി ഡ്രസ്. മണാലി പാൻറ്റോ ഇതൊക്കെ ഇത് പണ്ട് ചാർലി പടം കഴിഞ്ഞതിന് ശേഷം ദുൽഖർ ഇവിടെ ഊരിട്ട് പോയതാട്ടോ. 2 ഇത് ഫുള്ള് ജെയ്സിന്റെ സെഷൻ. ഇത് അഫീഫിന്റെ സെഷനാണെന്നുണ്ട്. ജെയ്സിക്കാരൻ മിസ്റ്റർ ജെയ്സി സ്പോർട്സ് മീഡിയക്കാരൻ അഫീഫാണ് ഇവിടുത്തെ. എല്ലാ ടീമിന്റെ ജെയ്സിന്റെ കളക്ഷനും അർജന്റീന, RCB, ഇതിൻ്റെ ആണല്ലോ, പോർച്ചുഗല്, ഇംഗ്ലണ്ട്, ജർമ്മനി, RCB. ഓ ഇതിലാരെ സൈൻ അറിയോ? ആരൊക്കെ സൈൻ ഉണ്ട് അറിയാം? ഇത് AB ആണ്. AB ഡിവിലിയേഴ്സിന്റെ. AB ഡിവിലിയേഴ്സ് 17 AB ഡിവിലിയേഴ്സിന്റെ സൈൻ ആട്ടത്. ഇത് യൂസി ചാഹല്, വിരാട് കോഹ്ലിന്റെ അല്ലേ ഇതിമേ? ഇത് പവൻ നേഗി. കൊറേ ഉണ്ടായിരുന്നല്ലോ. ഇതെന്താ അറിയോ? ഓലൊക്കെ ഒപ്പിട്ടിട്ട് ആഴ്ച മാത്രം തിരുമ്പിയിട്ടും അത് നല്ല മഷി ആയതുകൊണ്ടാണ് നിരക്കണം. സത്യം. അട്ട പേനുണ്ട്. ഡോട്ട്മുണ്ട്, ഇറ്റലി, ആർസണല്, സാധാ ഡ്രാഗൺ കിറ്റ്, മാഡ്രിഡ്, സെവിയ അല്ലേ? ബെനിഫിക്കല്ല, സെവിയ. യുണൈറ്റഡ്, ഇറ്റലി, മാഡ്രിഡ്. ഇതില് ഫുള്ള് മാഡ്രിഡ് ഓൾഡ് കിറ്റ്. ഫുള്ള് അഫീഫ റയൽ മാഡ്രിഡ് ആണല്ലോ. ലിവർപൂള്, ഇത് കാരണം ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടി കേട്ടോ. ഹോളണ്ട്, മാഡ്രിഡിന്റെ ഫുൾ കൈ, ബയൺ മ്യൂണിക്ക് അതന്നെ. ഓ അഫീഫ ഇതൊക്കെ ഉണ്ടല്ലേ? അതിന് ആരുതാന്നൊന്നും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് കൈ കിട്ടണൊക്കെ ഞങ്ങൾ തൂക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ കാട്ടുന്നത്? അപ്പൊ എന്തായാലും ഈ റൂമിന് കംപ്ലീറ്റ് മേക്ക് ഓവർ ആണ് ഉമ്മച്ചി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ നോക്കാൻ പാടില്ല. കുത്തി അടച്ചേക്ക. ബാക്കിൽ സെബിയാന്ന് എഴുതിയാണ്. പിന്നെ ഈ ടേബിൾ ഇനി ഇവിടെ ഉണ്ടായിരുന്നത് ആ ടേബിൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇട്ടു. ബിഗ് ചേഞ്ച്. അയൺ ചെയ്യുമ്പോ ഇതിനൊരു വീതി കമ്മിയാണല്ലോ. പണ്ടിട്ടിന്റെ മേശക്ക് ഇത് നല്ല വീതിയുണ്ട്. വീതി കിട്ടാൻ വേണ്ടി ഈ ഇവിടെ ഉണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ 3 ആൾക്ക് കടക്കട്ടോ. 3 ആക്കും 4 ആക്കും. ഇത് 2 കട്ടില 2 കട്ടില കൊണ്ടുവന്നില്ലേ? ചെറിയ 2 കട്ടിലില്ലേ? അത് രണ്ടും ആദ്യത്തെ ബെഡില്ലേ? സംഭവം നമ്മള് മേലക്ക് പെരണ്ടാക്കിക്കണെങ്കിലും സംഭവം നമ്മള് മേലെ ജിപ്സം ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ റൂമുകൾ ഉണ്ടാക്കിക്കണെങ്കിലും ഈ റൂമിലും താഴെ, അതായത് ഇവിടെ തോട്ടം, റബ്ബർ തോട്ടം, ആ സൈഡിൽ ഫുള്ള് മരാട്ട വരുന്നത്. നമ്മളിവിടെ ഫുള്ള് മരം സാധനങ്ങളാണ് വരുന്നത്. ഈ റൂമിലും വരുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എന്താണ്
എന്താ പറയല്ലേ? ഒന്നും പറയല്ല. അതിലടിച്ച് സ്കൂളിൽ പോവാൻ നിൽക്കണേ. തുറന്നു നിർത്താളാ, അതിൽ വിട്ടാളി. ക്യാമറന്റെ ബാക്ക് കൂടെ ഓടിക്കോളിപ്പാ. ഓടിക്കോ ഓടിക്കോടാ നിർത്താ. അപ്പം ഈ റൂമിന്റെയും സുഖം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇവിടെ കടന്നുറങ്ങണ സുഖം ഒരിക്കലും ആ റൂമിന്റെ ഇരുട്ടോക്ക്. ഈ ഇരുട്ട് അവിടെ ഒറ്റ ജനലുള്ളൂ, പക്ഷെ ആ മറ്റേ കർട്ടനാണത്. ആ റൂമിന്റെ ഇരുട്ടും ഇവിടെ രണ്ടും നല്ല സൂപ്പർ ഇരുട്ടാവും. ഉച്ചക്കൊക്കെ വന്ന് ജസ്റ്റ് ഫാൻ ഇട്ട് കൊടുത്ത്. ഈ റൂമിൽ എന്തെങ്കിലും എ സിയും സംഭവമൊന്നുമില്ല. ഈ റൂമിൽ എ സിന്റെ ആവശ്യമേ ഇല്ല. അത്രയും വേനൽക്കാലത്തും ചെറിയ തണുപ്പ് നിൽക്കുന്ന റൂമാട്ടോ. അപ്പം നമുക്ക് ബഹുമാനപ്പെട്ട ആഴ്ചമാത്ത വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടു, അതിൽ കാണിച്ചു കൊടുക്കണ്ട. അയ്യോ, ലാൻഡ് ക്രൂസർ ഇവിടെ നിർത്തിയിട്ടൊക്കെ ഒരു ദിവസം പോർച്ചുഗൽ ഉണ്ടാവും കേട്ടോ. ഇൻഷാ അല്ലാ പോർച്ചുഗൽ നിർത്തിയിടും. കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാലും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേ ലൈലിനാഴം പോലാനാണ് കുഴിയെ കണ്ടേ കണ്ടേ കൽബിൽ അറബന ഇങ്ങോട്ടേരി തട്ടമാരിക്കോട്ടെ. കണ്ടേ കണ്ടേ കൽബിൽ അറബന മുട്ടായേ ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ ആഴ്ചമാത്തനക്കിനാവ് കിലുക്കിയതാരേ ആഴ്ചമാത്ത. നല്ല ചോമ്പ് തട്ടണ മാറ്റിയിട്ട് ഒരു സാധാ ലോക്കൽ തട്ടണ ഇട്ടൂലേ ആഴ്ചമാത്ത. ക്വസ്റ്റ്യൻ നമ്പർ 1, ഞങ്ങളില്ലാത്ത കൂറ്റമ്പാറ ഈ വീട്ടിലെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഭംഗിയായിട്ട് അങ്ങനെ പോണ്. അതാ നിങ്ങളെ ഞങ്ങൾക്ക് ദുഃഖമുണ്ടേ പോയിട്ട് അങ്ങനെ നല്ല ഉസാറായി. എന്റെ കൗത്ത് പാമ്പ് കണ്ടപ്പോഴൊക്കെ ഞാൻ നെടുങ്ങി. ഓന്റെ കൗത്തില് എന്താ പറ്റി? ഓന്റെ കൗത്തില് പാമ്പിട്ടപ്പോ അതാ പറഞ്ഞേ? അല്ല അജ്മത്ത് എങ്ങനെയാ കണ്ടേ? ആരെ കാട്ടി തന്നെ? നിങ്ങക്ക് ഉമ്മച്ചി കാട്ടി തന്നോ? കൗത്തില് പാമ്പിട്ട് ഞങ്ങൾ സിംഹത്തിന്റെ ഒപ്പം വടംവലി നടത്തി. സിംഹം ഞങ്ങള് 4 ആള് ഒരു ഭാഗത്ത്, സിംഹം അപ്പുറത്തെ ഭാഗത്ത്. അതെങ്ങനെ ഉണ്ടായിനി? ഫുൾ വ്ലോഗ് കണ്ടിട്ടില്ല. അടുപ്പത്തേനി. ഇത് ആയിഷമാതാക്ക് ഗൾഫിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഒരു ഊത് തുറന്നു നോക്കി. നാളെ ഇതിലാണ് ചൂട് കേട്ടോ പറഞ്ഞെടുത്തണ്ട്. ഞാനൊരു കുപ്പിക്ക് വളരെ കൊതിച്ചിക്കണേ. അതൊക്കെ ജാഗ്രത അള്ള സായിപ്പിച്ചും തന്നിക്കണേ. എന്ത് കുപ്പിക്ക്? ഈ ജാതി കുപ്പിക്ക്, ഒരു സോപ്പിന്, ഒരു സാബൂനിന്, ദുബായിന്റെ ഒരു സോപ്പിനും സാബൂനും. ഇപ്പഴല്ല അതിന്റെ അടിയില. പിന്നെന്തൊക്കെയാ ആഗ്രഹിച്ച്? കൊറേ ആൾക്കാർ ഞച്ച് നല്ല സഹായത്തിൽ നിന്നീ ഞാൻ പോയിട്ട്. ഇപ്പൊ നിങ്ങളെ നന്ദി. അതൊന്നും പറയണം. ആഴ്ചമാതാക്ക് എന്നാല് ദുബായ് സാബൂനും ദുബായ് സോപ്പും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. പോരെ? സോപ്പ് അവിടെ തന്നെ ഉണ്ട്, ആ പെട്ടിന്റെ അടിയിലാണ്. അത് ഞാൻ ഇപ്പൊ എടുത്തുതരാം. എടുക്കാൻ കിട്ടോ? നല്ല അടിയില. ഇതിലതൊന്നും പറയില്ലേ. അപ്പം ഇനി സെന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയല എന്താണ്, എന്താഗ്രഹം ഉണ്ടെങ്കിലും ആരോട് പറയാന്. എന്നോട് പറഞ്ഞിട്ട് എന്തെങ്കിലും സാധിച്ചു തരാത്തുണ്ടോ? ഇല്ലല്ലോ. ഇതുവരെ സാധിപ്പിച്ചാൽ ഇനിയും അള്ളാഹു എനിക്ക് തരാനും 3 മക്കൾക്കും തരാനും പോകും എല്ലാവർക്കും തരാനുള്ളൊരു ഭാഗ്യം അള്ള നൽകട്ടെ റബ്ബേ പടച്ചോന്. ആമീൻ. അപ്പൊ ഞങ്ങളില്ലാതെ ഇവിടെ ഭയങ്കര ഈ പേരന്റെ ഇത് പോയില്ലേ, ഓളം തെറ്റിയില്ലേ? ഓളം തെറ്റിയല്ല, ഒക്കെ മുണ്ടാറ്റം മാറ്റിയപ്പോഴും നീച്ചലല്ല ശ്വാസം മുട്ടി കടന്നു. എല്ലാരും മുണ്ടാട്ടൊക്കെ നിന്ന് എല്ലാരും ഒതുങ്ങി.
ആകെ 2 ചക്കരക്കായും 2 മുട്ടി അല്ലാതെ ആർക്കും വേണ്ട ഇവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട ആ ചക്കരയങ്ങ് മുട്ടി അങ്ങനെ ഇത് അപ്പൊ എന്താ ഇക്കായിട്ട് തന്നതാണോ ആണേ അല്ലാതെ എന്ത് വാടക അപ്പൊ ചേച്ചിക്ക് വേറെ ഉണ്ട് സാബുനും സോപ്പും എന്റെ കയ്യിലുണ്ട് അതും ഞാൻ തരാം ദുബായിന്ന് കൊടുത്തു അത് മണത്തോക്കി അല്ല അങ്ങനെ കൊതിച്ചിങ്ങനെ അപ്പൊ എന്നാലും ഞങ്ങൾക്ക് ആവും കിട്ടണില്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയല്ലേ സങ്കടാക്കല്ലേ വരി നമ്മള് കൊറേ അപ്പൊ ആഴ്ച മാത്താൻ എല്ലാരും മിസ് ചെയ്തിട്ടാ കുറച്ച് ദിവസമായിട്ട് ആഴ്ച മാത്താനെ വ്ളോഗിലാരും കണ്ടിട്ടില്ല ദുബായിന്ന് വരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചെന്താ അറിയോ ആഴ്ചമാത്ത എവിടെ ആഴ്ചമാതാണ് എപ്പോഴും നാളെ മിഞ്ഞാതും കൂടി പറഞ്ഞു നിങ്ങൾ ലോകൽ വഴി ആഴ്ചത്താ നിങ്ങളെ കാണണം എല്ലാവരും ഇങ്ങോട്ട് മിഞ്ഞാതും കൂടി പറഞ്ഞു ഞാൻ അതിൽ പോയിട്ട് വ്ളോഗ് വരി അങ്ങനെ പറഞ്ഞേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ദുബായിന്ന് ജിംഷാൻ ഓർമ്മല്ലേ എവിടുന്ന് ആൾക്കാർ കണ്ടാലും എന്നോട് വന്നുകൊണ്ട് ചോദിക്കണത് ആഴ്ചമാത്തോട് അപ്പൊ അത് വളരെ സ്നേഹമുള്ള ആൾക്കാരൊക്കെ തരുന്നതാണ് കേട്ടോ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് അപ്പൊ എന്തായാലും ആഴ്ചമാത്ത വളരെ ഹാപ്പിയാണ് ഇന്നിപ്പം നമുക്ക് അടുക്കളയിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം ഇത് അടുക്കളയിൽ കൊടുക്കുന്ന ചെറിയൊരു ചേഞ്ചാണ് കേട്ടോ അഫീഫെ ഇത്ര ക്യൂട്ടില് ഈ പെരയിൽ ഒരു കുട്ടീനെ കാണിച്ചെന്താ ഇത്ര ക്യൂട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ ആരും ഫോട്ടോ എടുക്കാന്നില്ല അന്ന് ക്യാമറയിലാണോ 2007 വെച്ചപ്പോൾ ക്യാമറ 2000 ജനിച്ച അനുവിന് ക്യാമറ ഉണ്ട് 2007 ജനിച്ച എനിക്ക് ക്യാമറ അതെന്താ ആദ്യത്തെ കുട്ടിയാണ് എല്ലാരും കുറ്റപ്പെടുന്നുണ്ടെങ്കിലും ഇറച്ചി കിട്ടുന്ന ഒരു ഫ്രെയിം ഉണ്ടാവും കുടിക്കലിന് തലേന്ന് അന്ന് എടുത്തതാ അപ്പൊ അത് സ്റ്റുഡിയോക്കാരതാ ഈ താഴെയുള്ളത് നമ്മളെ സ്കൂൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോക്കാരൻ വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ എടുപ്പിച്ചതാ ഇത് ഞാൻ 1ാം ക്ലാസ്സാ അല്ല ഇത് 3ഓ 2ഓ അപ്പൊ ഞാന് ഈ ഇപ്പൊ 8ാം ക്ലാസ് വരെയൊക്കെ എങ്ങനെയാണ് കുട്ടികളൊക്കെ ഇപ്പൊ ഇത് എങ്ങനെ എനിക്ക് 1ാം ക്ലാസ് വരെ ഇപ്പൊ എനിക്ക് എങ്ങനെ 1ാം ക്ലാസ് ആണ് തോന്നുന്നുള്ളൂ ഞാൻ ഈ സമയം എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടാ ഇതിന്റെ അമ്മച്ചി മുടി ഇങ്ങനെ തന്നെ കൊണ്ടുവരുന്നതിന് എന്റെ അമ്മച്ചി ഉണ്ടാ ഇങ്ങനെ ആയത് ഞാൻ സ്വയം ടേക്ക് കെയർ ചെയ്തതിന് ശേഷമാണ് എണ്ണയൊക്കെ തേച്ച് ഇൻസാനിലേത്ത അതേ ഡ്രസ് ഇട്ടു വന്നല്ലോ ഇൻസാനിലെ അത്തർ മടക്കുന്ന നല്ല സ്മെല് നല്ല മണണ്ട് അത്തറിന്റെ മണമുള്ള ആയിഷുമ്മ ഇനി ഇത് കുറെ ആൾക്കാർ കാണുമ്പോ ഉമ്മാരോട് സ്നേഹം കൂടാൻ സാധ്യത ഉണ്ട് കൊടുത്തു പോണ്ട ആർക്കും കൊടുക്കാൻ കേട്ടോ ആർക്കും കൊടുക്കാൻ നിങ്ങൾ മാത്രം എങ്ങോട്ടേക്കൊക്കെ പോകുമ്പോ പഞ്ചായത്ത് പോകില്ലേ ഇത് പഞ്ചായത്ത് പോകുമ്പോ റേഷൻ പിടിക്ക് പോകുമ്പോ ഒക്കെ 2 അടി അടിച്ച ഒരു കൊസിയേക്കാരം സ്റ്റോർക്ക് പോകുമ്പോ 2 അടി അടിച്ച പായാകുമ്പോ പൊയിങ്ങി തിന്നണം എന്നാലും ഒരു കൊസി ഉണ്ടാവും പറ്റാത്തോളത് നോക്കണം നമ്മളടിച്ചു പോവാ അത്രേ ഉള്ളൂ ഇത് നല്ല മണം കേട്ടോ ആരെങ്കിലൊക്കെ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ ചെന്ന ഇത്ര സൂപ്പർ കോസ്റ്റ്യൂം ഒക്കെ ഇടൽ തുടങ്ങി ഓ പേരും കറക്റ്റ് ഓർമ്മല്ല കൊറേ സ്പ്രേ ഉണ്ട് നമുക്ക് കിട്ടിയ ഓരോരുത്തർ നിങ്ങളെ പേര് പറഞ്ഞ് തന്നാണ് പ്രത്യേകം പറഞ്ഞേ എല്ലാവർക്കും കൊടുക്കണം എന്നാണ് കേട്ട് തന്നെ ബാങ്കില് മീൻ മൂപ്പര് കാണണ്ടാവും വ്ളോഗ് കാണുന്നുണ്ടാവും മുട്ടായി ആഴ്ചമാതാക്ക് ഷുഗർ ഉണ്ടോ ആഴ്ചമാത ഇല്ല ഫോട്ടോ എടുക്കാം ആ നിങ്ങള് പോവല്ലേ തിരക്കുട്ടല്ലേ നാണിക്കുട്ടി മോനെ പോലീസിന്റെ ഗോൾഡ് പുതിയ സ്പ്രേയും ഗൾഫുകാരെപ്പച്ചി തന്നെ ഇങ്ങോട്ടാണോ പോയത് ഇതിവിടെ വെച്ചാ
ഇതെന്താ പച്ചിന്റെ വാട്ട്സ് ഇൻ യുവർ ബാഗ്? പുതിയ സ്കൂളിൽ പിന്നെ അതിന്റെ പ്രവർത്തന പദത്തിലാണ് ഈ മെല്ലെ എടുക്കാ പണി 10 മിനിറ്റ് കഴിഞ്ഞോട്ടെ കേട്ടോ. സ്കൂളിന്റെ നിങ്ങൾ ഇരുന്നാണി പ്രവർത്തന പദത്തിലാണ് അറിയാം. അപ്പോ ഇത് കൂട്ടാനാണ്, ഇത് ചോറാണ്, ചോറ് എടുക്കാനുള്ള പാത്രാണ്. ഇത് പറയുമ്പം ഇപ്പച്ചി ഒരച്ചമാണെങ്കിലും ഇതിന്റെ പേരെന്താ അഫിയ? യൂണിക്കോൺ. പൂക്കി യൂണിക്കോണിന്റെ ചോറ്റുംപാത്രമായിട്ട് സ്കൂളിൽ പോണ ലോകത്തിലെ ആദ്യത്തെ അച്ഛമ്മ ഉപ്പച്ചിട്ടോ. കാരണം 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് വരെ ഇത്ര പൂക്കി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല. പൂക്കി യൂണിക്കോണിന്റെ ഒരു നീലയും റോസ് കളറും അടങ്ങുന്ന ഒരു പൂക്കി പാത്രം കൊണ്ടാണ് ഇപ്പച്ചി സ്കൂളിൽ പോകുന്നത്. സ്കൂളിന്റെ ഗേറ്റാണ് കടന്ന പിന്നെ ഞാനൊരു കുട്ടിയാണ്. കുട്ടികളിങ്ങനെ ഓടി വരും, അവർക്ക് ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ അറിയണം. ഇന്നെക്കാട്ടും കൂടുതൽ പിന്നെ ഇപ്പം ഇന്നലെ ഒരു കുട്ടി ഓടി നിന്നിട്ട് ചോദിച്ചു, ഇങ്ങൾക്ക് മൗണ്ടിയാണല്ലേ ഭയങ്കര ഇഷ്ടം ചോദിച്ചു. ബൗണ്ടി മൗണ്ടി അല്ലേ ബൗണ്ടി ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എങ്ങനെയാ അറിഞ്ഞ മോളെ? അപ്പോൾ പറഞ്ഞു ഞാൻ കണ്ടു നിങ്ങളെ ഈശുവിൻ്റെ ഇത് കണ്ടു, വ്ലോഗ് കണ്ടു എന്നല്ല. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും ഞങ്ങളെ സൗഹൃദം, ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ്, ഞങ്ങളെ പിന്നെ കുട്ടികളായിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സംഗതി ഇത് കാണുമ്പോൾ അവർക്കൊരു ഇതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ എന്താ പറയുക, ഇതിങ്ങനെ തുറന്നാൽ ഇവിടെ നമ്മളെ ആദ്യം ഫോർക്കും സ്പൂണും ഓൾറെഡി ഫിക്സഡ് ആണ്, മനസ്സിലായില്ലേ? ഒറിജിനൽ പൂക്കി പൂക്കിയാണ്. ഇതിൽ സ്പൂണുണ്ട് നൂഡിൽസ് ഒക്കെ തിന്നുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരെ അപ്പം എടുക്കാം. അപ്പോൾ ഇതിൽ ഫിക്സഡ് ആണെന്ന് അർത്ഥം. അതാണ് ഇതില് അത് ഉപ്പേരി മാത്രം. ഇതിൽ എന്തെങ്കിലും സാധനം ഉണ്ടായാലും മീനൊക്കെ ഉണ്ടായാലുണ്ട്. മീനൊന്നുമില്ല. ഇന്ന് പയറുപ്പേരി, ഇന്ന് വൈതനങ്ങ ഉപ്പേരി. നമ്മളെ വീട്ടിൽ തന്നെ അതാണ് പ്രത്യേകത. നമ്മളെ വീട്ടിലുണ്ടായ ഇതാണ്, കടയിൽ നിന്ന് വാങ്ങിയതല്ല. ഇവിടെ നമ്മളെ ആരാ തന്ന? നമ്മളെ വീട്ടിലുണ്ടായ വൈതനങ്ങി പയറും. നമ്മളെ വീട്ടിലുണ്ടായ വൈതനങ്ങ സ്റ്റോർ വേങ്ങര അല്ല വടകരല്ല വേങ്ങര തന്ന പിന്നെ അത് ഉപയോഗിച്ച് നമ്മളെ വിളവെടുത്ത അതാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതില് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഓരോരുത്തർ നമുക്ക് അയച്ചെന്ന് ഫാം സ്റ്റോർ അയച്ചെന്നാട്ടത് സർട്ടിഫൈഡ് ആണ്, 100% സർട്ടിഫൈഡ് ആണ്. പേടിയും പേടിക്കേണ്ട, ISI ആണ്. നമ്മളെ വീട്ടിൽ വിഷടിക്കാതെ ഉണ്ടാക്കിയ വിഷടിക്കാതെ ജൈവവളം ചേർത്തുണ്ടാക്കിയ പച്ചക്കറിയാണ്. ഇതെന്താണ്? ഇത് ഇടക്കാലം ആശ്വാസം ഒന്ന് അടിച്ച് കേറാൻ. ഇത് ഉച്ചവരെ നിലനിർത്തുന്ന ഒരു പവർ. അപ്പൊ ഉച്ചവരെ നിലനിൽക്കാൻ ഒരു പവർ ഡ്രിങ്ക്. സ്കൂളിലൊക്കെ ഇനി ഫ്രൂട്ട്സിന്റെ ചാറുകൾ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ മറ്റേ അച്ഛാ അന്ന് പാലല്ല കിട്ടിയത്, ഇന്നൊരു വെള്ളമാണ് അച്ഛൻ കുടിച്ചു നോക്കും. അതേപോലത്തെ ബീട്രൂട്ടോ? ഇത് ബീട്രൂട്ടാണ്. ഇതിൽ ഷുഗർ ഇല്ല. വൈറ്റ് പോയിസൺ ഒഴിവാക്കിയിട്ട് നമ്മൾ ഊരല്ലോ പൊട്ടും ചെയ്യും. ഇത് പിന്നെ ഡേറ്റ്സ് ആണ്. 5 ഡേറ്റ്സ് ഉപയോഗിക്കും ഈ ഒരു കുപ്പിയിലേക്ക്. 5 ദിനങ്ങൾ 5 ഡേറ്റ് കാരക്ക ഡേറ്റ് അങ്ങട്ടാണ്ട് അഞ്ചെണ്ണൊക്കെ ഇട്ടാ പിന്നെ പഞ്ചസാര ഇടല്ലേ? കുറച്ച് കുറക്കണം. 2 അല്ലെങ്കിൽ 3 അതന്നെ ഇപ്പാക്ക് ശർക്കര ഇട്ടുണ്ടാക്കിയതാണ്. ശർക്കര പറ്റൂല. ഇട്ടിട്ടില്ല. ഒരു ശർക്കര 3 കുപ്പിയിലാക്കി. ശർക്കര ഫുള്ള് ഇരുട്ടായില്ലേ? അപ്പൊ നാട്ടിലെത്തിയപ്പം ഇപ്പൊ ഞാൻ നേരിടുന്ന പ്രശ്നം എന്താ വെച്ചാല്, എനിക്ക് ടു ബി ഹോണസ്റ്റ് എൻ്റെ കുറച്ചായിട്ട് എനിക്ക് വോയിസ് എല്ലാം വീക്കാണ്. എനിക്ക് ഡോക്ടറെ കാണിക്കേണ്ട. ഞാൻ എന്തായാലും പെട്ടെന്ന് എനിക്കൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ സഹായം, അതേപോലെ തന്നെ ഒരു വോക്കൽ കോച്ചിൻ്റെ സഹായം മസ്റ്റായിട്ട് വരും. കാരണം എനിക്ക് കഴിഞ്ഞ മാസം തൊട്ട് വോക്കലിൽ നല്ല സീനുണ്ട്. നല്ല സീന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഡെയിലി എനിക്ക് എത്ര ഉണ്ടാക്കാൻ കഴിയും മാക്സിമം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അഫീഫിനോട് സംസാരിക്കൽ കുറവാണ്, ഈച്ചുവിനോട്, എല്ലാവരോടും ഇപ്പോൾ ഫോണിൽ സംസാരിക്കൽ. എനിക്ക് ഫോൺ സംഭാഷണങ്ങൾ എനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഫോൺ വിളികൾ, സംഭവങ്ങൾ, ഒരു പരിപാടി എന്നെ കൊണ്ട് നടക്കില്ല. അതേപോലെ തന്നെ ആര് വിളിച്ചാലും ഞാൻ എന്ത് ചെയ്യും,
ഓലെ ഫോണ് കട്ട് ചെയ്തിട്ട് ഞാൻ വാട്സപ്പിൽ എന്ത് ചെയ്യും നിങ്ങൾ വോയിസ് അയക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വളരെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറയൽ. ഇന്നലെ മാത്രം എൻ്റെ ഫോണിൽ 20-29 കോളുണ്ട്. എല്ലാവർക്കും ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു പറഞ്ഞു നിങ്ങൾ വോയിസ് അയക്കോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ. അപ്പം അതാണൊരു പ്രശ്നം. ഡെയിലി എനിക്ക് വ്ളോഗ് എടുക്കാനൊരു 40 മിനിറ്റ് സംസാരിക്കാനും ഡോക്ടറോട് അനുവാദം ചോദിച്ചിട്ടാണ് വ്ളോഗ് എടുക്കുന്നത് അല്ലേ. ബുദ്ധിമുട്ടാണ്. അള്ള മാറ്റി തരട്ടെ. അത് എനിക്ക് ഇന്നലെ ഞാൻ അഫീഫിന്റെ ടീച്ചർക്ക് ലൂസ് മോഷൻ നടക്കാണ്ട് മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാവരും പരന്നിഞ്ഞ് ഇപ്പത്തെ പറയുന്നത് ഇങ്ങനെ നെറ്റി ചുടിച്ചിട്ട് കാര്യമില്ല. ഇത് ഓനെ ഈ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി നിലമ്പൂർ അവിടെ പോയി കാണിച്ചിരുന്നു. അതിൽ ഈ ഡോക്ടർ ഷീട്ട് ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താ വായിച്ച ലൂസ് സ്റ്റൂൾസ്. അതിനെയാണ് ഞാനും പറഞ്ഞത്. സ്റ്റൂള് ലൂസാണ്, പാൻറ്റൽ ലൂസാണ് ആന്റണി. അപ്പോൾ ഇതിലെല്ലാ സംഗതികളുണ്ട്. അഫീഫിന് വേനലവധിയായി, 1 മാസത്തിന്റെ അടുത്തായി. പ്രശ്നം അതാണ്. ഇത് വലിച്ചങ്ങനെ കിട്ടും. അയ്യോ, ഇതിന്റെ ഒരു ചരിത്രം പറയട്ടെ. ഞാൻ തിരുവനന്തപുരത്ത് അന്ന് കണ്ടു കേട്ടോ, തിരുവനന്തപുരത്ത് പോയപ്പോ പിന്നെ അധ്യാപക ഭവനിൽ പോയപ്പോഴേ അയാൾ ഈ ക്യാബിന്റെ അടിയിലായിരിക്കണത്, ചെറിയ കസേരട്ട് കണ്ട്. അപ്പോൾ എന്നോട് പിന്നെ അഡ്രസ്സൊക്കെ ചോദിച്ചു. ID കാർഡ് എവിടെ ചോദിച്ചു. അപ്പോൾ ID കാർഡ് കാണിച്ചു കൊടുത്തു. അന്ന് ID കാർഡ് ഇവിടെ തന്നെയാണ്. അത്രല്ല അന്ന് ഇത്രേ ഉള്ളൂ. അതിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇത്രേ ഉള്ളൂല്ലോ. എന്നിട്ട് അടുത്ത് കാണിക്കാറ്. അതിൽ ഞാൻ അങ്ങോട്ട് ചാന്ന് ഇങ്ങനെ നിന്നു. അതിലയാൾ വായിച്ചോളം ഇങ്ങനെ നിൽക്കട്ടെ, എൻ്റെ കാലും കൈയൊക്കെ അതായിക്കണ്. അതിലവിടുന്ന് ശേഷം ഞാൻ കണ്ടെത്തിയ സംഗതിയാണ് ഇയാൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ. പിന്നെ അടുത്ത ദിവസം പോയപ്പോൾ അയാൾ ID കാർഡ് കാണിക്കുവാണ്. അതാണ് കാണിച്ചു കൊടുത്തത്. അയാൾ നോക്കിയിട്ട് ഓക്കെ ആറ് ചോരണ വന്നു. അതാണ് അതിൻ്റെ ചരിത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾ പോവാണ്. എന്നാ ഞങ്ങള് പോയി ദേവസ്യേട്ടാ. കാറെന്താടാ? കാർ ഇതെടുത്തോളി. മറ്റേ സംസാരിച്ചു മഴ ഉണ്ട് പോണ്ടപ്പാ. ആ ഡിസൈർ എടുത്തോളി, അതിൽ CNG ഉണ്ട്. ഡിസൈർ എടുത്തോളി. പിന്നെ സ്കൂളിലാത്തന്ന് എങ്ങനെയാ അങ്ങനെയല്ല പറഞ്ഞത്. സ്കൂളിലാത്തന്ന് ഇനി കൊണ്ടുപോയി അവിടെ നിർത്തി. സ്കൂളിലുണ്ടാവുമ്പോ ഇപ്പൊ ചേച്ചമ്മണേ സ്കൂളില്ലെന്ന് കാർ എടുക്കാൻ പറ്റൂലെന്ന്. പിന്നെ സ്കൂളിലാത്തന്ന് എന്തിനാ കാറ്? എന്നിട്ട് CID മൂസിൽ ദിലീപിന് തോക്ക് കൊടുത്ത പോലെ തോക്ക് തരാം, പക്ഷെ വെടി വെക്കാൻ പാടില്ല. ഇല്ല, നിങ്ങൾ പോയിക്കോളി. ഇല്ല, ഞാൻ കഴിഞ്ഞിട്ട് വരാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ഓൾഡ് സ്കൂളാണ് ജിംഷ പഠിച്ച സ്കൂളിലാണ് ഇപ്പൊ അച്ഛമ്മ അല്ലേ? ജിംഷ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഞാനൊന്ന് വന്ന് കാണുന്നുണ്ട്. സ്കൂളിൽ കുറച്ച് അടിയന്തര ഇടപെടലുകൾ ആവശ്യമുണ്ട്. നിങ്ങളെ സ്മാരകം ജിംഷ സ്മാരക സൗധം ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ നിലമ്പൂർ, അവിടെ കുറച്ച് മോഡലാക്കാണ്ട്. ഇപ്പൊ തന്നെ മോഡലായത് ഭാഗ്യം. അപ്പം ഇവിടെ മേലെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടേക്ക് ഇപ്പൊ വരട്ടോ, ഞാനും കൂടി കാണിച്ചിട്ട്. ആരവിടെ GK ബുക്കൊക്കെ വാങ്ങിയേ? APJ അബ്ദുൽ കലാമിന്റെ ഇവിടെ ആരാ ഇതൊക്കെ വായിച്ചു പഠിച്ചേ? ഇതാര് വായിച്ചു പഠിച്ചൊക്കെ വാങ്ങിയാ? ഇത് പഴയതാണ്. ഞാൻ സ്കൂൾ ലൈബ്രറിക്ക് കൊടുക്കാൻ വേണ്ടി കണ്ടേ. ആഫീഫിനോടൊരു GK ചോദ്യം. കുറച്ച് ഈസി ഉള്ള ചോദിക്കാം. ലോകത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡായ സ്റ്റേഡിയം? ലോകത്തിലെ നമ്മൾ അവിടെ പോയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പോയിട്ടില്ല, നമ്മൾ ആ ഏരിയ കൂടെ പോയിട്ടുണ്ട്. വളരെ ചിന്തിച്ചോ. ആകെ കുറച്ച് 2 രാജ്യങ്ങൾ വെച്ച് ട്രാവൽ ചെയ്തിട്ടുള്ളൂ.
അല്ലേ 4 അക്ഷരമുള്ളൂ. ബക്കറ അങ്ങനെ എന്തോ അല്ലേ? ബക്കറൊക്കെ എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരോ? 4 അക്ഷരത്തിൽ സ്റ്റേഡിയം 4 ലെറ്റേഴ്സുള്ളൂ ആ ഏരിയക്ക് ആ സ്ഥലത്തിന്. ഓ അഫീഫ മണ്ടൻ അഫീഫ. പറഞ്ഞോ ഡി കൊണ്ട് തുടങ്ങും. ഡോം ഡീം ഡീം ഡോം ഡോം ഡീം ഡിം ചക്കോം. പറയ്. ദോഹ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം ദോഹ. ബാ തോറ്റു. ഈ ബുക്ക് ഇവിടുന്ന് മാറ്റി കിട്ടോ, ബുദ്ധി വികസിച്ചാളും. ബാ ഇനി മേലെ കോണി പോയ ഇതാരെത്ര പെട്ടെന്ന് ഇവിടെ അലമ്പാക്കി. അഫീഫ ഇതെടുത്ത് വെച്ചാ മേലുള്ള ആൾക്കാരെയും കാണിച്ചാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നലെ ഇവിടെ വിരുന്ന് വന്ന് നമ്മുടെ കൂടെ താമസമാക്കിയ 2 വ്യക്തിത്വങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവിടെ ഈ ടേബിൾ പോയപ്പോൾ തന്നെ നല്ല സ്പേസ് ആയില്ലേ ഇവിടെ. ഇവിടേക്ക് ഈ കുഞ്ഞി ടേബിളാക്കി. എന്തല്ല ഹാരിസ്ക്ക് എന്നാ നമുക്ക് അല്ലേ ഫിഗർ ഹാരിസ്. അതേപോലെ ഫ്രെയിംസൊക്കെ എങ്ങോട്ട് കൊണ്ടുപോയി? ഫ്രെയിംസ് ഫുള്ള് താഴ്ത്തിച്ചോ? ഇത് ഫുള്ള് മാറ്റിയില്ലേ? ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ സൈഡ് എടുക്കാൻ വെച്ചിരുന്നത്. ഓ അത് മാറ്റി, ആ റോ മാറ്റി, ഈ റോ മാറ്റി, അവിടെ മാറ്റി. പ്ലേ ബട്ടണുകൾ ഫുള്ള് പ്ലേ ബട്ടൺ മറച്ചു വെച്ചിരിക്കുന്നു. വൈ ഹനാൻ സ്റ്റോറീസ്, ഈച്ചു വ്ളോഗ്സ്, സ്റ്റീൽ ഗെയിമിങ്, ഹനാൻഷ മ്യൂസിക്കിൻ്റെ. അപ്പോൾ ഞാൻ ആ ഗോൾഡൻ കിട്ടിയില്ല. ഗോൾഡൻ എൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ എന്താ പറ്റിയ വെച്ചാൽ ഈ കസ്റ്റംസ് അത് കൊണ്ടുത്തരുന്ന ദിവസം നമ്മൾ തന്നെ എഴുതി ഒപ്പിട്ട് വാങ്ങണം. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ഒരു 2 വട്ടം ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് എനിക്കത് എൻ്റെ സാധനം റിട്ടേൺ പോയി. എനിക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടാൻ ചാൻസ് ഇല്ല, അത് തിരിച്ചു പോയി. അത് എനിക്ക് കിട്ടൂല. പിന്നെ ഈ ഇച്ചുൻ്റെ എഫിൻ്റെ ഒക്കെ കയറിയല്ലോ ഇതിൽ. എവിടെ 2 ഫുൾ A+ ഉണ്ട് കേട്ടോ ഇതിൽ. ഇതാ 2 ഒരേതാണല്ലോ. അത് പ്ലസ് 2 ആണ്. ഈസാന് ഫുൾ A+, ആ അഫീഫും ഫുൾ A+. ഇതാ +2 ഉന്നത വിജയം. SFI MSF എല്ലാവരും ഉണ്ട്. ന്യൂ ഇന്ത്യൻസ് നമ്മളെ ക്ലബ്ബാട്ടോ, നമ്മളെ കൂറ്റമ്പാറത്ത് തന്നെ ക്ലബ്ബാണ്. നമ്മളൊക്കെ കളിച്ചു വളർന്ന ക്ലബ്ബാണ് കേട്ടോ. ന്യൂ ഇന്ത്യൻസിൻ്റെ വക അഫീഫിന് SLC ഫുൾ A+. ഇതാ നാൻഷ ഫുൾ A+ ഇല്ല, ഒന്നുമില്ല. അത് ഫുൾ A+ അല്ല. എനിക്ക് ഫുൾ A+ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അടച്ചോനെ അത് എത്ര ചെറുതോ കയ്യിൽ. ഇതാണ് ക്യൂട്ടസ്റ്റ് ഫോട്ടോ ഓഫ് ദി ഇയർ. ക്യൂട്ടി. നല്ലൊരു ഫോട്ടോ കിട്ടില്ലേ ഈ ഫോട്ടോ അല്ലേ? ഓ എങ്ങനെയൊക്കെയോ കിട്ടിയൊരു ഫോട്ടോ ആണിത്. ഇത് ദുബായിൽ നിന്ന് കിട്ടിയല്ലേ ഇപ്രാവശ്യം? ഈ കുട്ടി സാധനം കൊണ്ട് ആ സ്റ്റാൻഡ്സിൻ്റെ മുന്നിൽ ഉണ്ടായിട്ടാ. താങ്ക് യു സോ മച്ച് ബൈ മിന്ന ഗ്ലോറ, അസ്ലഹ ഫർഹത്ത്. ഇവർ 2 പേരും ഇനി ആ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നമുക്കിത് തരാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുത്ത 2 ആൾക്കാരെ ഉണ്ടാ. ഫുൾ ചേഞ്ച് ആക്കി. ആ കണ്ടു. അപ്പോൾ ഇതോ ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ ഇടുമ്മ ഫുൾ ഫ്രെയിംസ്. മഞ്ചേരി HMS ബാസിലിന്റെ അമ്മായിമ്മ വർക്ക് ചെയ്യണ ആ സ്കൂളത്തെ മൊട്ടമാശുണ്ട്. ഞാൻ അയാളെ പരിചയപ്പെടും. ഓനിത് സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഞാനും ഇത് ഇട്ടീനി. ന്യൂസിൽ കണ്ടോ? ന്യൂസിൽ വന്നിട്ടുണ്ട്. ചിറാപ്പുഞ്ചി എല്ലായിടത്തും വന്നിട്ടുണ്ട്. മാഷാ അല്ലാ. റിപ്പോർട്ടറിന്റെ ന്യൂസിൽ മൊട്ടമാശും കുട്ടികളും. ചിറാപ്പുഞ്ചി. ചിറാപ്പുഞ്ചി എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഏകദേശം 1 ലക്ഷം റീല് ആ സോങ്ങുമ്പോൾ ഇറങ്ങി. അതുപോലെ തന്നെ പാട്ട് എത്രയോ മില്യൺസ് ആയി, സ്ട്രീംസ് എത്രയോ ആയി. എല്ലാവരും എന്നെ കൂടുതൽ അറിഞ്ഞ് എൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹിറ്റ് ആവില്ലേ
എൻ്റെ മ്യൂസിക് കരിയറിലെ ഏറ്റവും വലുത് കസവിനാലാണ്. 1 കോടി വ്യൂസിൽ കിടക്കുന്നുണ്ട് കസവിനാൽ. അപ്പം അവിടേക്ക് കസവിനാലിൻ്റെ അടുത്ത് എത്തിയില്ലെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ കഴിഞ്ഞുള്ള ഏറ്റവും ബിഗസ്റ്റ് ഹിറ്റ് റീൽസ് ഏറ്റവും കൂടുതൽ ഇറങ്ങി. കാരണം നമ്മൾ ഈ കറക്റ്റ് ഈ മഴ തുള്ളിയിടുന്ന ടൈമിൽ ഇറക്കിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ റീൽസ് ഇറങ്ങിയത് ഈ ചിറാപ്പുഞ്ചിമലാണ്. ബട്ട് കസവിനാലാണ് 1 CR ഹിറ്റ്. 1 CR ഇൻസാനിലെ 1 CR ആവാനായി, കസവിനാല് 1 CR ആവാനായി. കസവിനാല് 1 CR ആയി, ഇൻസാനിലെ 1 CR ആവാനായി. ചിറാപ്പുഞ്ചി അങ്ങോട്ടാണ് പോണത്. 40-50 ലക്ഷം കടന്നു. ഇതെന്താ ലൈറ്റ് ഇട്ടോ? ഇവിടെ എന്താ ചെയ്തത്? കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വെച്ചു. ഈ കമ്പിയൊന്നും ഇവിടെ ഇല്ലല്ലോ ചെടിച്ചട്ടിന്റെ. ഇതെന്താ ചെടി തെളിഞ്ഞു കാണാനോ? വൈകാരിക ബന്ധാട്ടങ്ങളും ചെടിയും തമ്മിലുള്ളത്. ചെടിക്ക് ഷോക്ക് അടിക്കൂല അങ്ങനെ ആവുമ്പോ? ചെടിക്ക് ജീവൻ കിട്ടോ? ചെടിക്ക് സന്തോഷമാകുക ലൈറ്റ് ഇട്ട് കൊടുത്താൽ. ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെടിക്ക് ജീവനുണ്ട്, മനുഷ്യനും ജീവനുണ്ട്. അപ്പൊ മനുഷ്യന്റെ മേത്ത് ഷോക്ക് അടിക്കും. അങ്ങനെ ചുറ്റി വള്ളി ചുറ്റിയാൽ ചെടിക്ക് ഷോക്ക് അടിക്കോ? അങ്ങനെയല്ല, ഷോക്ക് അടിക്കുമെങ്കിൽ ഷോക്ക് അടിക്കുമോ? ഷോക്ക് അടിക്കുമെങ്കിൽ ഷോക്ക് അടിക്കും. ഇതിപ്പോ നമ്മൾ തൊട്ടാ ഷോക്ക് അടിച്ചില്ല, അപ്പൊ അതിന് ഷോക്ക് അടിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ തൊട്ടാ ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഷോക്ക് അടിച്ചു. മനസ്സിലാവണുണ്ടോ ബ്രെയിൻ ട്വിസ്റ്റ്? എന്തിനാണ് അത് എന്തോ ഒരു കഷ്ടം. എന്തിനാണ് എന്നെ മാനം കെടുത്തുള്ള ലോകം അത് അടിച്ചാനെ? ആസിഫ് ഗ്രാഫിക്കലോ ഇതെന്താ സ്ലൈഡോ? അവിടുന്ന് ഇറങ്ങി വരില്ല രാവിലെ. അല്ല വിരിച്ചു മടക്കിയൊക്കെ പോന്റെ അൽമാരൊക്കെ ഡ്രസ് ഇല്ലാറില്ല. എത്ര കാലം ഡ്രസ് ഉണ്ട് ഇതില്? ബീച്ച് വന്നല്ലേ? ഇത് വന്നിട്ട് ഇപ്പൊ തന്നെ 10-15 ഇത് പറ്റിച്ചോ? തിങ്ങടിയിലെ പോയി അരക്ക് വാഷിംഗ് മെഷീനിലിട്ടല്ലേ പോകും. ഇങ്ങനത്തെ അതിന്റെ ക്ലോത്ത് നോക്ക്. പക്ഷെ കൂറ കൊടുത്തത് ഓരോന്നും ഓരോ ഇതാണ്. ഞാൻ എടുത്ത ഇതിന് പോണി നമ്മൾ ഓ 2019 പശാണേ 6 വർഷം മുന്നല്ലേ കടച്ചോനെ? 6 വർഷം 11 വയസ്സാണ് ഇത് കടച്ചോനെ. 6ാം ക്ലാസ് കോലം നോക്ക്. ഇനി OG അഫീഫ് കാണികൾ കാണേണ്ട അഫീഫ്. ഭാഗ്യത്തിന് അന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് അങ്ങനെ കാണികൾക്ക് കാണാൻ പറ്റി. യൂട്യൂബില്ല ഇനി നമുക്ക് അന്ന്. ഇത് VR മാറ്റി വെറുതെ സ്പേസ് പോകാനാണ്. ഈ സ്പേസ് പോയി. റെക്കോർഡ് വർക്കൊക്കെ ഇരുന്ന് ചെയ്യേ. ആർക്ക് അത് ഞാൻ കണ്ടുപിടിച്ചതാ. താഴെ ചപ്പൊന്നും ചവർന്നു ഇരിക്കല്ല റെക്കോർഡ്. അനക്ക് ഇതാളുണ്ടാക്കിക്കോ. എനിക്ക് റെക്കോർഡ് കിട്ടും. ഏറ്റവും കൂടുതൽ സ്കൂൾ പോവാത്തിന്റെ റെക്കോർഡ്. അഫീഫിന് വേറെ റെക്കോർഡ് വെക്കേണ്ട ആവശ്യമുണ്ടല്ലോ, ഓൾറെഡി റെക്കോർഡ് ഉണ്ടല്ലോ. ഞാൻ സയൻസ് ഗ്രൂപ്പ് സ്വന്തം ഇരിയത്. നിങ്ങൾ സയൻസാ? പിന്നെ +1 +2 ഇറങ്ങിയതിന്റെ 2ാമത്തെ കൊല്ലാണ് ഞാൻ. മെഡിക്കൽ ഫിസിക്കൽ ഫാർമസിസ്റ്റ് MBBS MDA പ്രീ ഡിഗ്രിക്ക് മമ്പാട് കോളേജ് കിട്ടിയിട്ട് എൻ്റെ വാപ്പ അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നതാണ് ഇറങ്ങാണ്ട് ഇന്നെ കൊണ്ടുപോയിക്കാണ്ട് നടാടെ തുടങ്ങുന്ന +1 +2 ഗേൾസ് അതിൽ കൊണ്ടുപോയിട്ടു. ഗേൾസിൽ അരീക്കോട് കൊണ്ടുപോയി 9ാം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടു. ഓറിയന്റൽ അവിടെയും ഗേൾസ്. മിക്സഡ് ഇല്ല അന്നത്തെ ക്ലാസ്സിൽ. എന്നിട്ട് ഇപ്പോഴത്തെ ഗ്രൂപ്പിലൊക്കെ മിക്സഡ് ആണും പെണ്ണും ഒക്കെ ഉണ്ട്. ഞങ്ങളെ പഠിച്ച 96ന്റെ ഗ്രൂപ്പിൽ ഞാൻ ഒരൊറ്റ അറിയില്ല. ഞാൻ ആ ഗ്രൂപ്പിലും കയറില്ല. ഇപ്പം എന്തായി? എനിക്ക് പറ്റിയ നഷ്ടം എന്താ വെച്ചാൽ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ച ബോയ് ഫ്രണ്ട്സ് ഇല്ലാഞ്ഞിട്ടല്ല, ആരെയും അറിയില്ലല്ലോ. കമ്പനി ഇല്ല, അറിയണമില്ല. മൂത്തയുടെ സ്കൂളത്തെ ഒരു വിത്തേ ഞാനല്ല എന്നുള്ളിടത്തോളം അവിടുത്തെ 10ാം ക്ലാസ്സിൻ്റെ ഒന്നും ഗ്രൂപ്പിൽ ഞാനില്ല. എനിക്കാരും അറിയില്ല.
എന്നിട്ട് ഈ ഗെറ്റ് ടുഗദറിന് ഒരു പപ്സും ചായ ഞാൻ വാങ്ങിത്തരാം. ഇച്ച് വേണ്ട ഗെറ്റ് ടുഗദർ. ഇപ്പൊ നിങ്ങൾ പോയിൽ കിട്ടിയത് എന്താ അറിയോ ഞാൻ ചെയ്തത്? എൻ്റെ പഴയ 2 കുട്ടികളുണ്ടായിന് വെച്ചാൽ ഒച്ചപ്പാകും അങ്ങനെയല്ല. എൻ്റെ പഴയ 2 കൂട്ടുകാരത്തികൾ, ഒരു സുനിധി ഒരു മുസൽമി, കടലാങ്ങാനും പൊട്ടടലാങ്ങാനും ഒച്ചപ്പാങ്ങൂടെ നമ്മളെന്താ പറയണെന്ന് വെച്ചാൽ ഓല് കേൾക്കും. അങ്ങനത്തെ ഞാൻ താങ്ങിക്കൊണ്ടിരുന്നവരാണ് ഐറ്റങ്ങളെ 2നെയും ഞാൻ കണ്ടുപിടിച്ചു. ഇപ്പാൻ്റെ അതൊക്കെ ഓരോരുത്തരുടെ നമ്പർ കുറേ ഞാൻ ചെക്ക് ചെയ്യണു. അപ്പോൾ ഓല് 2 കരഞ്ഞിട്ട് 2 ഞങ്ങളും 3 നിന്ന് കരയുക. മൂത്തടുത്ത് ഞാൻ ഓരോ പോയി കണ്ടു, ഓരോ വീട്ടിലൊക്കെ പോയി കണ്ടു. മൂത്തടുത്ത് പോയി ഫുൾ കരച്ചില്. ഓളെ കെട്ടിച്ചിക്കണ ചാവക്കാട്ട് ഒരുത്തിനെ ഓളും ഇങ്ങോട്ട് വന്നീനി. എങ്ങനെയൊക്കെയോ ബന്ധങ്ങൾ നിങ്ങൾ ഇവിടെ ഇല്ലേനിയല്ലോ. ഇപ്പച്ചി ഇന്നോടേ എന്തോന്ന് പറഞ്ഞപ്പോ ഞാൻ പെരും കരച്ചില്. അതല്ല ഇപ്പച്ചി എന്തോന്ന് പറഞ്ഞപ്പോ ഞാൻ പെരും കരച്ചില്. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓലിയൊന്ന് കണ്ടാ മതി പറഞ്ഞു. ഇപ്പച്ചി വണ്ടി എടുത്തു. എനിക്ക് ഒറ്റക്കായപ്പോ ഭയങ്കര ഷോക്ക്. ഇപ്പച്ചി പറഞ്ഞു വണ്ടി എടുക്ക പോക നമുക്ക് കണ്ടുപോരും. ഇപ്പച്ചി വിചാരിച്ചു ഞാൻ കരഞ്ഞപ്പോ എന്തോണ്ടോ പോയി. സുനിതാനിയും ബാർബറാമ്പാലിനെ കണ്ട പോലെ അവിടെ പോയി കണ്ടു. 30 വർഷം കഴിഞ്ഞിട്ടാ എന്റെ 2 കൂട്ടുകാരത്തികളെ കാണും. 30 വർഷം 8ാം ക്ലാസ്സിൽ കണ്ടതാ. ഹാഫ് ഓഫ് ദ ലിവ്ലിഹുഡ് കണ്ട് ഓരോ കുടുംബങ്ങളിലും ഒക്കെ പോയി. ഭയങ്കര സന്തോഷം. ഉമ്മച്ചിനെ പോലത്തെ ഫ്രണ്ടിനെയാണ് ഇപ്പോഴത്തെ തലമുറക്ക് ആവശ്യം. ഇപ്പൊ ഞാൻ പെൺകുട്ടികളെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കും. ഒരു 8 ആളായിക്കും. ലേഡീസ് എന്റെ ഒപ്പം പഠിച്ചവരൊക്കെ അറിയാവോ 8 ആളെ കിട്ടി. ലേഡീസ് മാനിയാറിന്റെ ഗ്രൂപ്പ് ഉണ്ടായിക്കോളെ. ഇമ്മച്ചി എത്ര അങ്ങനെ സ്ഥലത്താ പഠിച്ചിക്കണേ? മൂത്തേടം എവിടൊക്കെ പോയി പഠിച്ചിക്കണേ? നിങ്ങൾ പോയ മറ്റേ പണിഷ്മെന്റിൽ പഠിച്ചതാ? അതുകൊണ്ട് എന്തെങ്കിലും പഠിച്ചത്. ഞങ്ങളെ പോലെ 4 കുട്ടികളുണ്ടായില്ലേ? യോ എമോഷണൽ ആവണതിന്റെ മുന്നേ എങ്ങനെയും എമോഷണലില് തൊണ്ട കിടറീനി. ലൈറ്റ് ഇട്ടോ. ഇതിനെ ബിലിക്കു ദീച്ചു ലൈറ്റ് ഓഫ് ആയിക്കളാ. ലബൂ നീച്ചിട്ടോ പോരെ. ഇവിടെ ഉണ്ടോ? ഇത് ഉണങ്ങാട്ടതാ. ദിസ് ഈസ് ഹിൻലെസ്. മോർ ദാൻ എ കോഫി. വേഗം ഉണങ്ങി കിട്ടും. പക്ഷെ ഇടാനും വൃത്തിയുണ്ട്. ഇല്ല മനസ്സിലായി. എന്തായാലും ഇത് ഇങ്ങനെ വെച്ച വൃത്തിയായില്ലേ? സമാധാനം ഉണ്ട് കാണാൻ. നീ അലമാരിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഒഴിവാക്കി തരാം. ഞാൻ ഒഴിവാക്കി തരാം. അപ്പം ഇതൊക്കെയാണ് വീട്ടിൽ വന്ന മാറ്റങ്ങൾ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഇത്ര ഒരു കുഞ്ഞു ടൈം വ്ളോഗ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ത്രോട്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. കാരണം എനിക്ക് നല്ല സീൻ വരുന്നുണ്ട് ത്രോട്ടിന്. അപ്പോൾ എന്തായാലും എനിക്കൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ഇനി എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഏതൊരു വൈക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവിടെ ചെയ്യാൻ എൻ്റെ വ്ളോഗ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ചെയ്യാവും. അപ്പോൾ ഇനി പീച്ചു എടുക്കുകയാണെങ്കിൽ അഫി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാത്തിമ അല്ലെങ്കിൽ KP ഇവരാരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നെ അതിൽ നിങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. കാരണം എന്താ വെച്ചാൽ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് എടുക്കാൻ പോണതല്ല. ഒരു പരിപാടി ഒരിക്കലും ഒരു വ്ളോഗിന് ഞാൻ 0 ഇമ്പോർട്ടൻസ് കൊടുക്കലാണ് എൻ്റെ ഒരു പരിപാടിക്ക്. കാരണം പരിപാടി എന്ന് പറഞ്ഞാൽ 1000, 2000, 10,000 കണക്കിന് ആൾക്കാർ നമ്മളെ മുന്നിൽ നമ്മളെ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അവിടെ ഞാൻ വ്ളോഗ് എടുത്തിട്ട് ഒച്ചമുളി ഉണ്ടാക്കുന്നതിലുപരി ഞാനവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പരിപാടിക്കും ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നത് വെച്ചാൽ പരിപാടിൻ്റെ തലേന്ന്, പരിപാടിൻ്റെ അന്ന്, പരിപാടി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വോയിസിന് മാക്സിമം എനിക്ക് റെസ്റ്റ് കൊടുക്കണം. കാരണം എനിക്ക് സ്റ്റേജിൻ്റെ ടൈമിൽ സൗണ്ട് ചെക്കിൻ്റെ ടൈമിൽ എനിക്ക് മിണ്ടാൻ കഴിയില്ല. തലേ ദിവസം എനിക്കെന്താവും വളരെ സൈലൻ്റായിട്ട് എത്ര മാക്സിമം സൈലൻ്റായി നിൽക്കാൻ പറ്റും അങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഓൾറെഡി ഞാൻ സിക്കായ ടൈമാണ്, അങ്ങനത്തെ ടൈമാണ്. അപ്പം ഈ വ്ളോഗ് തന്നെ ഞാൻ എങ്ങനെയും തട്ടിക്കൂട്ടി എൻ്റെ സാധനം എനിക്ക് എടുത്ത് പോകണമല്ലോ, അല്ലെങ്കിൽ ആൾക്കാരുടെ നിന്ന് എനിക്ക് ചീത്തയാക്കേണ്ടി വരുമല്ലോ കരുതി എടുക്കുന്നതാണ്. അപ്പോൾ സൗണ്ടിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ മാറട്ടെ. എന്നിട്ട് എല്ലാവരെയും ഞാൻ കൂടുതൽ ഇൻഷാല്ലാ അതിലും ഇതൊക്കെ ആക്റ്റീവായിട്ട് വരുന്നതാവും. അതുവരെ എൻ്റെ വ്ളോഗിലാണ് എന്താവും എൻ്റെ ഫുൾ ആക്റ്റീവാണ്. എനിക്കിത് ചെയ്ത് പോലും ഫസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ടതിന് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി. സോ നമ്മൾ 22 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം ഇതിൻ്റെ കൂടെ തന്നെ പെട്ടി പൊട്ടിക്കണ വ്ളോഗ് വരാണ്ട്. സോ എല്ലാവരും അത് കാണുക. നല്ല സൂപ്പർ വ്ളോഗാണ്.
അപ്പോൾ എന്തായാലും ആ വ്ളോഗിൽ വെച്ചിട്ട് കാണാം ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു ആൾ. ബൈ ബൈ.